എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 16-ാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. മൂർത്തിർഹി ധർമ്മഗൃഹിണീ സുഷുവേ ഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിതാ കൃതതൂര്യഘോഷാ പുഷ്പോൽക്കരാൻ പ്രവവൃഷുർനുനുവു സുരൗഘാഃ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. മൂർത്തിർഹി ധർമ്മഗൃഹിണി, ധർമ്മദേവൻ്റെ പത്നിയായ മൂർത്തിയാണ്. സുഷുവേ, പ്രസവിച്ചത്. മഹിതാനുഭാവം ഭവന്തം, ലോകപൂജിതമായ തേജസ്സോടുകൂടിയ. നാരായണം നരസഖം, നിന്തിരുവടി തന്നെയായ നരനാരായണന്മാരെ. യജ്ജന്മനി പ്രമുദിത, ആ ജന്മവേളയിൽ ആമോദം പൂണ്ട. കൃതതൂര്യഘോഷ, വാദ്യഘോഷം മുഴക്കി. പുഷ്പോൽക്കരാൻ പ്രവവൃഷുർ നുനു, പുഷ്പവൃഷ്ടി ചെയ്യുകയും അങ്ങയെ സ്തുതിക്കുകയും ചെയ്തു. ആര്? സുരൗഘ, ദേവന്മാർ. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ധർമ്മദേവൻ്റെ ധർമ്മപത്നിയായ മൂർത്തിദേവി പ്രശംസനീയമായ മഹാത്മ്യങ്ങളോടുകൂടി മഹാവിഷ്ണുവിൻ്റെ ഒരവതാരമായ നരനോടു ചേർന്ന നാരായണനെ തന്നെ പ്രസവിച്ചു. ആ ജന്മവേളയിൽ ആമോദം പൂണ്ട ദേവന്മാർ വാദ്യാഘോഷങ്ങളോടൊത്ത് പുഷ്പവൃഷ്ടി ചെയ്യുകയും അങ്ങയെ സ്തുതിക്കുകയും ചെയ്തു. അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ ദക്ഷൻ്റെ 13 പുത്രിമാരെ ധർമ്മദേവൻ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞില്ലേ? ആ 13 പുത്രിമാരിൽ ഒരാളാണ് മൂർത്തിദേവി. നരനാരായണ അവതാരത്തിൻ്റെ ഒരു ഫലം എന്നു പറഞ്ഞാൽ അത് ദുഷ്ടനിഗ്രഹമാണ്. ഈ ശ്ലോകത്തിൽ നാരായണ അവതാരത്തെക്കുറിച്ചു പറഞ്ഞുവെങ്കിൽ ദുഷ്ടനിഗ്രഹത്തെക്കുറിച്ചാണ് ഇനി അടുത്ത ശ്ലോകം പറയുന്നത്. ഹരേ കൃഷ്ണ.